ഇപ്രാവശ്യത്തെ കേരള തദ്ദേശ തിരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ യുവത്വമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിൽ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ് രണ്ട് യുവ സ്ഥാനാർത്ഥികൾ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മംഗലം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ആരതി പ്രദീപ് കഴിഞ്ഞ വർഷം UDF നഷ്ടപ്പെട്ട മംഗലം തിരിച്ചുപിടിക്കാനുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുന്നത്. അതായത് തികച്ച അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. ഇപ്പോൾ എന്തായാലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യമാണ്, അത് അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമാണ്. വികസനത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാധ്യതകളേറെയുള്ളൊരു പ്രദേശമാണ് മംഗലം എന്ന് പറയുന്നത്. അപ്പോൾ തീരദേശ മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഈ ഫിഷറീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിപണിയിൽ സാധ്യതയുള്ള ഒരു മേഖല കൂടെയാണ്. അപ്പോൾ അതെങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വിപണിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, അതിനെ മംഗലത്തിൻ്റെതായിട്ടുള്ളൊരു തനത് ബ്രാൻഡിങ്ങിൽ തന്നെ കൊണ്ടുവരാനുള്ളൊരു പദ്ധതി മനസ്സിലുണ്ട്. അപ്പോൾ ഒരു ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയുന്ന ഒരു ആശയം, ഓപ്പൺ ജിം സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നം ചിലവിടാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം മഹാകവി വള്ളത്തോൾ, അദ്ദേഹത്തിൻ്റെ ജന്മദേശം കൂടിയാണ് മംഗലം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ എല്ലാ വർഷവും ഒരു മംഗലം ഫെസ്റ്റ്, അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാനും നമ്മളെ വിദ്യാർത്ഥികൾക്കൊരു അവസരം ഒരുക്കി കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു ആശയം വെച്ചിട്ട് അങ്ങനെ ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ട്. മറുവശത്ത് UDF നെടുംകോട്ടയായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തിരുനാവായ ഡിവിഷനിൽ യുവത്വത്തെ രംഗത്തിറക്കി കോട്ട പൊളിക്കാനുള്ള ശ്രമത്തിലാണ് NDF. SFI നേതാവ് തേജനന്ദയാണ് തികഞ്ഞ വിജയപ്രതീക്ഷയോടെ LDF മത്സര രംഗത്തേക്ക് ഇറക്കുന്നത്. നമുക്ക് നല്ല തികഞ്ഞൊരു വിജയപ്രതീക്ഷ നിലവിലുണ്ട്. കാരണം നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന മെമ്പർ അവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആള് എന്തായിരുന്നു എന്നുള്ളത് അവിടുത്തെ ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പ്രചരണമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ നമ്മൾ ചെല്ലുമ്പോൾ നല്ല സ്വീകാര്യതയോട് കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു വിജയപ്രതീക്ഷ കാണുന്നുണ്ട്. യുവാക്കൾക്കിടയിൽ അരാഷ്ട്രീയത വളർന്നു വരുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിന് അങ്ങോളം ഇങ്ങോളം യുവ സ്ഥാനാർത്ഥികളുടെ ഒരു നീണ്ട നിര തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ മത്സര രംഗത്തുള്ളത്. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ നേതൃത്വത്തിന് വരേണ്ടത് യുവത്വം തന്നെയാണ്. യുവത്വം വന്നാൽ ഈ നാട്ടിന് ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. അവരെ അത്ര തീക്ഷ്ണയും ദീർഘദൃഷ്ടിയും പഴയ ആൾക്കാർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനാൽ മുന്നിലേക്ക് വരേണ്ടത് നല്ല പഠിച്ച നല്ല ചെറുപ്പക്കാരായ ചുറുചുറുക്കുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും തന്നെയാണ്. അവരാണ് നമ്മളെ നേതൃസ്ഥാനത്തേക്കും മത്സരത്തിൽ ജയിച്ച് സ്ഥാനാർത്ഥികളായും നമ്മൾ ഭരണത്തെ നിയന്ത്രിക്കാനും നേതൃത്വത്തിലേക്ക് അവർ വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഇപ്പോഴത്തെ കുറച്ച് ആളുകളുടെ ഇടയിൽ അരാഷ്ട്രീയവാദം നല്ല രീതി, നമ്മൾ ക്യാമ്പസ് രാഷ്ട്രീയം കൂടി കൈകാര്യം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയത കൊടികുത്തി വാഴുന്നൊരു സമൂഹം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ. പക്ഷേ ഞാനിപ്പോൾ ഇലക്ഷൻ പ്രചരണമായിട്ട് ജെൻസി കുട്ടികളുടെ ഇടയിലേക്ക് കൂടെയാണ് ഇറങ്ങിച്ചെല്ലുന്നത്. കാരണം ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ 18 വയസ്സ് തികഞ്ഞ കുട്ടികളെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ജെൻസി കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കൂടെ അവർ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അവർ നമ്മൾ കൂടെ നിൽക്കുന്ന രീതിയിലാണ്. കാരണം ഈ വികസന പ്രവർത്തനം നടത്താതെ തന്നെ അതിൻ്റെ കാരണമായിട്ട് വരുന്നത്. അപ്പോൾ അവർ നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അമ്മമാരായിക്കോട്ടെ വേറെ ആളുകളൊക്കെ ആയിക്കോട്ടെ നമ്മൾ സഹോദരിയായിട്ട് മകളായി കണ്ടുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അരാഷ്ട്രീയത എന്ന് പറയുന്നത് ഇന്ന് പലരിലും കണ്ടുവരുന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു യുവത്വത്തിന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയം അങ്ങനെ കടന്നു വന്ന ഒരാളും കൂടാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നുള്ളൊരു പ്രതിനിധിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ യുവത്വത്തിനെ ചേർത്ത് പിടിച്ചിട്ട് അവർക്കൊപ്പം നിന്നിട്ട് പുതിയ ആശയങ്ങൾ, അതായത് പരമ്പരാഗതമായിട്ടുള്ള വികസനം എന്നതിലപ്പുറം പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെയൊക്കെ എല്ലാവരും ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളൊരു സാധ്യത പരിശോധിച്ചിട്ട് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തരുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും അടുത്ത LDF 3.0 എന്തായാലും ഉണ്ടാവും എന്നുള്ള നമുക്ക് ഉണ്ട്. എന്തായാലും ഭരണ തുടർച്ച ഉണ്ടാവും. കാരണം നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും കാണുന്ന ഒരു കാര്യം തന്നെയാണ് LDFിൻ്റെ ഭരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു വികസന പ്രവർത്തനം കാണുന്നതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച എന്തായാലും ഉണ്ടാവും. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുഴുവനും UDF ഒരു വമ്പിച്ച മുന്നേറ്റം തന്നെ ഉണ്ടാക്കാൻ ഇപ്രാവശ്യം സാധിക്കുമെന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ നമുക്കറിയാം, നിരന്തരമായിട്ട് ഈ സാധാരണക്കാർക്ക് മേലിലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അവരുടെ ഭരണവിരുദ്ധ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു ശക്തമായിട്ടുള്ള മറുപടി തന്നെയാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടപ്പെട്ട ഒരു ഡിവിഷനാണ്, ഇത്തവണ നമ്മൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.